R-O-T-A-R-Y, that spells Rotary. R-O-T-A-R-Y is known from land and sea. From north to south, from east to west, it profits most who serves the best. R-O-T-A-R-Y, that spells Rotary. R-O-T-A-R-Y, that spells Rotary. R-O-T-A-R-Y is one great family, where friendship binds for men's unlinked, where each one strives its best to give. R-O-T-A-R-Y, that spells Rotary. For elimination of all bars of colors, creed and clime, for the removal of economic and social barriers, and the proper understanding of the sanctity of human personality. അതെ, ഈ മീറ്റിംഗിന്റെ അധ്യക്ഷനായ റോട്ടറി ടീച്ചർ പി ടി ഹാരിസിനെ ഏറെ ബഹുമാനത്തെയും സ്നേഹത്തോടെയും സ്വാഗതം ചെയ്യുന്നു. ഇനി നമുക്ക് സ്വാഗതം പറയേണ്ടത് ഒരു മഹത് വ്യക്തിയാണ്. He is the director and consultant at SS Multi Specialty Dental Clinic at Payyanur. He had various leadership positions at Indian Dental Association and Society of Periodontology, which includes State President and National Vice President of IDA and National President of ISP, etc. 1999 റോട്ടറി ക്ലബ് ഓഫ് പയ്യന്നൂർ ചേർന്ന് 2003 കാലഘട്ടത്തിൽ ക്ലബ് സെക്രട്ടറി ആയും 2010, 2009, 2010 പ്രസിഡന്റായും തന്റെ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. He has served Rotary District 3200, 3202 and 3204 in various capacities including DT Chair, General Care, GCR, GML Editor, Deputy Director, the Rotary Foundation, GGR, DT Director, Leadership Development, Assistant Governor, Regional Coordinator, Conference Chair, Membership Chair, Public Image Chair, New Club Advisor, etc., etc., and many more. Also, a proud recipient of many Rotary awards including Best Secretary, President, GGR, District Officer, Assistant Governor, and Regional Coordinator. Santosh Sridhar, First Lady, Sonal Coordinator, Vinny, Assistant Governor, Sumaran, DGR, Nina Kumar, Secretary, Dr. Vestigios, ഏറ്റവും സ്നേഹം നിറഞ്ഞ റോട്ടറി അംഗം, ഒരു വർഷം ഒരു വയസ്സാകാൻ ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കി നിൽക്കുമ്പോഴാണ് നമ്മുടെ GOV ഇവിടെ ചെയ്യാനായിട്ട് നമ്മുടെ ബഹുമാന്യായ ഗവർണറും അദ്ദേഹത്തിൻ്റെ പത്നിയും കൂടെ രാവിലെ 9 മണിക്ക് ഇവിടെ എത്തിച്ചേരുകയും നമ്മളോടൊപ്പം ഇത്രയും സമയം ചെലവഴിക്കുകയും താമരശ്ശേരി ക്ലബിലെ പ്രിയപ്പെട്ട പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, അതുപോലെ അനിയന് എല്ലാവരെയും സ്നേഹത്തോടെ ഓർത്തുകൊണ്ട് ഞങ്ങൾ ഈ കുറഞ്ഞ സമയത്തെ റിപ്പോർട്ട് ഇത് ചെറിയ രൂപത്തിൽ ഞങ്ങളിവിടെ അവതരിപ്പിക്കുകയാണ്. ഇന്നത്തെ ഞങ്ങൾ ഇതിലായിട്ടുള്ള അസംബ്ലിക്ക് ശേഷം ഒത്തിരി ലേറ്റായിട്ടാണ് ഞങ്ങൾ ഇവിടെ പോയത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്നത്തെ റിപ്പോർട്ട് ഞങ്ങൾക്ക് ചേർക്കാൻ കഴിഞ്ഞിട്ടില്ല. റിപ്പോർട്ടിന്റെ മനോഹാരിത അത് എടുത്തു പറയാതിരിക്കാൻ വയ്യ. ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് എന്താണ് വേണ്ടത് എന്ന് മനസ്സിലാക്കി അവസരത്തിനൊത്ത് അത് കൊടുക്കുവാൻ വേണ്ടി മിസ്റ്റി മെഡോസ് റോട്ടറിക്ക് കഴിഞ്ഞു എന്ന് എടുത്തു പറയാതിരിക്കാൻ സാധിക്കുന്നില്ല.
ഇത് വളരെ കുറഞ്ഞ മെമ്പേഴ്സിനെ വെച്ചിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. അപ്പൊ ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷം കൂടി കഴിയുമ്പോൾ തിരുവമ്പാടി മിസ്റ്റി മെഡോസ് റോട്ടറി എവിടെ എത്തും എന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. കാരണം അത്രയും ജനഹൃദയങ്ങൾ ടച്ച് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. ആ പിള്ളേരുടെയൊക്കെ ചിരി കണ്ടാൽ അറിയാം. അവർ നാളെ എക്സാം എഴുതാനുള്ള ബുദ്ധിമുട്ടാണ്. പക്ഷെ അവരെ കുറിച്ച് ആശങ്കയൊന്നും വേണ്ട ആർക്കും. കാരണം അവരതെല്ലാം പഠിച്ച് മെഡിക്കലായിട്ട് ആ കോൺഫിഡൻസോടുകൂടിയാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പൊ എനിക്കും ആദ്യം ഒരു ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷെ അവരെ കണ്ടു കഴിഞ്ഞപ്പോ അവരുടെ വേസ് റീഡ് ചെയ്തപ്പോ നോ പ്രോബ്ലം. തിരുവമ്പാടി മാതിരിയുള്ള ഒരു സ്ഥലത്ത് പുതിയൊരു ക്ലബ്ബ് വന്നു കഴിഞ്ഞപ്പോൾ പലർക്കും ഒരു ആശങ്കയുണ്ട്. പക്ഷെ തിരുവമ്പാടി വലിയ സാധ്യതയുള്ള സ്ഥലമാണ്. ഇന്നിപ്പോ ഇതേ ഭാഗത്ത് ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു റിസോർട്ടിൽ ഇത്രയും മനോഹരമായ ഒരു അന്തരീക്ഷത്തില് അത് നമ്മുടെ ഒരു മെമ്പറുടെ ഒരു സ്ഥാപനത്തിൽ വെച്ചിട്ട് ഒരു പ്രോഗ്രാം നടത്താൻ സാധിച്ചു എന്നുള്ളതിന് തീർച്ചയായിട്ടും മിസ്റ്റി മെഡോസിന് അഭിമാനിക്കാം. അത് തന്ന ഇതിന്റെ ഉടമ എൽദോസിനും അഭിമാനിക്കാം. കാരണം അദ്ദേഹത്തെ വളരെ നല്ലൊരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തെ എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. എത്രയും നല്ലൊരു ഉയരം കണ്ട് വന്നിട്ട് റിസോർട്ടിൽ പറഞ്ഞപ്പോ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇവിടെ വന്നിട്ട് അന്തരീക്ഷം എന്താ, ഒരു ആംബിയൻസ് എന്താണ്, ഒരു 2-3 മണിക്കൂർ മുൻപേ വരാൻ പറ്റിയില്ലല്ലോ എന്നുള്ള വിഷമം. ഇനി വരും ഞാൻ. റോട്ടറി ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണെങ്കിലും പക്ഷെ ഭയങ്കര സീരിയസ് അല്ലാത്ത കുറെ കാര്യങ്ങൾ ജനങ്ങളുടെ മനസ്സിലേക്ക് ഇറങ്ങുന്ന രീതിയിൽ ചെയ്യുന്ന ഒരു പ്രസ്ഥാനം. അപ്പൊ അവിടെ നമുക്ക് മെമ്പേഴ്സ് കൂടുതലുണ്ട്. ഇന്നിപ്പോ നമുക്ക് ജിതിൻ കെ ജോസ് പുതിയ മെമ്പറായിട്ട് വന്നു. ജിതിനെ എനിക്ക് പല സ്ഥലത്തും പരിചയമുള്ള ആളാണ്. അദ്ദേഹം ഒരു കുമാർ സ്വദേശിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനൊരു കുടരഞ്ഞി പഞ്ചായത്തുകാരൻ താമസിച്ചിരുന്ന ആളെന്നുള്ള നിലയ്ക്ക് എല്ലാവരും അറിയാം. പക്ഷെ നമ്മളുടെ കിട്ടിയിരിക്കുന്ന ആ ധനത്തെ അല്ലെങ്കിൽ കഴിവുകളെ, അത് മാത്രം പലതരത്തിലാണ്, മണി മാത്രമല്ല, കഴിവുകൾ മറ്റുള്ളവരുടെ നന്മയ്ക്കായിട്ട് ഉപയോഗിക്കാൻ ഉള്ള മനസ്സുള്ളവരാണ് വലിയ ആൾ. ആ മനസ്സുള്ളൊരു ചുരുക്കം. എല്ലാവരും അങ്ങനെ ആയിരുന്നുവെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ പല മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. പുതിയ മെമ്പർ ജിതിൻ കെ ജോസ് ഇതിനു മുമ്പ് റോട്ടറി മെമ്പർ ആയിരുന്നു എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ റോട്ടറിയെ കുറിച്ച് നല്ല ഗ്രാഹ്യമുണ്ട്. ഞാൻ കൂടുതലൊന്നും അതിന് വേണ്ടിയിട്ട് പറയേണ്ട കാര്യമില്ല. പക്ഷെ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുക എന്നുള്ളതും നമ്മളാലാവുന്ന നമ്മുടെ വരുമാനത്തിന്റെ ഒരു ചെറിയ വിഹിതം സമൂഹത്തിന്റെ നന്മയ്ക്കായിട്ട് ചെലവഴിക്കുക എന്നുള്ളത്, സമൂഹത്തിലെ റോൾ മോഡലായിട്ട് ജീവിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഭാരിച്ച ഉത്തരവാദിത്വം തന്നെയാണ്. അത് റോട്ടറിയുടെ ഉത്തരവാദിത്വമാണ്. അത് ചെയ്യാൻ സാധിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ജിതിൻ കെ ജോസിന് അതിന് സാധിക്കട്ടെ. എല്ലാവിധ നന്മകളും നേരുകയാണ്. അതോടൊപ്പം നമുക്കൊരു ചെറിയ ഓർത്തെടുക്കാനുണ്ട്. Having been inducted as a member of Misty Meadows Tiruvambadi Rotary, do solemnly swear that I will abide by, follow and uphold all the provisions of the Constitution and bylaws of Rotary International and my club, and fulfill to the best of my ability all the duties and responsibilities of my membership. I pledge to advance the object of Rotary and to exemplify Rotary's maxim, service above self. I further swear to promote awareness of the theme of Rotary International in Rotary opportunities. All these I pledge freely and voluntarily, without any mental reservation or purpose of evasion.
So help me God. R-O-T-A-R-Y, that spells Rotary. R-O-T-A-R-Y is known from land and sea. From north to south, from east to west, he profits most who serves the best. R-O-T-A-R-Y, that spells Rotary. Hereafter, Mr. Jidin Jos will be known as Rotarian Jidin Jos. Thank you. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. വോളണ്ടറി റിട്ടയർമെൻ്റ് എടുത്തിട്ട് വീട്ടിൽ വനം വെച്ച് പിടിപ്പിക്കലും വനത്തെ സംരക്ഷിക്കലും അങ്ങനെ ഒക്കെ തിരുവമ്പാടിയിൽ ഒരു വലിയ ഫാമിലിയാണ് പുരയിടത്തിൽ കാങ്കയിൽപ്പെട്ട അദ്ദേഹം. അതിൽ അങ്ങേയറ്റം തൽപരനായി മുന്നോട്ട് പോവുകയും അതൊക്കെ അദ്ദേഹം ഉദ്ദേശിച്ച രീതിയിൽ എത്തിക്കുകയും അതിനെ നിരീക്ഷണം നടത്തി അദ്ദേഹത്തിന് അവാർഡുകൾ കൊടുക്കുകയും അവാർഡ് കരസ്ഥമാക്കുകയും ചെയ്ത അക്ഷയശ്രീ അവാർഡ് for their outstanding efforts in dairy farming and rural development. Now, I invite our dear Secretary, Reverend Dr. Bessie Jones, to speak about them. ഇവിടെ ഞാൻ സിരിയുടെ ഒരു കസിൻ സന്തോഷ് ഒരു ദിവസം എനിക്ക് വന്നപ്പോൾ സംസാരിച്ചപ്പം ഉണ്ടായ ഞെട്ടലിൽ നിന്നാണ് ഈ ഒരു ചിന്ത ഞങ്ങൾക്ക് വന്നത്. കാരണം ചെറുപ്പത്തിൽ ഞാൻ ഒത്ത പശുവിനെ വളർത്തിയിട്ടുണ്ട്. അപ്പം രാവിലെ ഒരു പശുക്കുട്ടി പോയി ഇതിനെ കറക്കുന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും. അപ്പം അങ്ങനെ ഞാൻ സന്തോഷം എപ്പോഴും പാല് ഏറ്റവും കൂടുതൽ ഈ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ പാല് അളക്കുന്നത് സിനിയാണെന്നും സിനിയാണെങ്കിൽ ശിവഷൂട്ടിൻ്റെ ഭാവിയാണെന്നും ഒക്കെ സിനി 160 ലിറ്റർ പാലാണ് ഒരു ദിവസം അളക്കുന്നത്. അപ്പം ഇവർ രണ്ടുപേരുടെ എഫേർട്ട് അതിന് മുമ്പിൽ ശരിക്കും ഞങ്ങൾ കോട്ടയം മിസ്റ്റേക്ക് തലമുനിക്കുകയാണ് നിങ്ങളുടെ എഫേർട്ടിന് മുമ്പ്. കാരണം നിങ്ങൾ ഒന്നും പറയാനില്ല, അപ്പം സ്നേഹം മാത്രം. അതുകൊണ്ടാണ് ഈ ഒരു എന്താ പറയുക ചിന്തിക്കാൻ ആഗ്രഹിച്ചത്. അല്ല ഞങ്ങളൊരു ഇതൊന്നും ഞങ്ങൾക്ക് തരാൻ പറ്റില്ല, പക്ഷേ നിങ്ങൾ സ്നേഹിക്കുന്നു ആദരിക്കുന്നു പറയാൻ വേണ്ടി മാത്രം ആണ് ഈ ഒരു ചിന്ത. ഞങ്ങളുടെ കോട്ടയം ക്ലബിൽ ഞങ്ങൾ ചിന്തിച്ചപ്പം എല്ലാവരും അതിനോട് ചേർന്ന് നിന്നു. അപ്പം ഇപ്പോൾ എനിക്കും വ്യക്തിപരമായിട്ട് അറിയാം, ഡോക്ടർ സന്തോഷ് വ്യക്തിപരം അറിയാം, ആയസായിട്ട് വ്യക്തിപരം അറിയാം, രഞ്ജിത്തൊക്കെ അറിയാം. അപ്പം ഏതായാലും നിങ്ങളെടുക്കുന്ന വലിയ എഫർട്ട് അതൊരു വലിയ മാതൃകയാണ്. അപ്പം ഇതിനെ കോട്ടയം മിസ്റ്റർ മെഡോസ് ആദരിക്കുന്നു. ഒപ്പം ഞങ്ങളുടെ കോട്ടയമായിട്ടുള്ള സിനിയുടെ ബ്രദർ ഞങ്ങളുടെ കോട്ടയമായിട്ട് കോട്ടയം തിരുവമ്പാടിയിലെ മെമ്പറാണ്. കോട്ടയം ബെന്നിഫീസിലെ പെങ്ങളുമാണ് സിനി. അപ്പോൾ ഈ സ്നേഹത്തോടെ ഈ എഫേർട്ടിന് കൂടുതൽ കോട്ടയം മിസ്റ്റർ മെഡോസ് ഞങ്ങൾക്ക് ബഹുമാനിക്കുന്നു. I invite our First Lady, Dr. Sudha Santosh, to recognize Mrs. Sini. And we are delicious lunch, and I congratulate our Rotarian, who is the owner of this resort, Rotarian Eldos Basil, for the wonderful hospitality, especially extended to me and Sudha on this occasion. Then we had a club assembly wherein 14 Rotarians, 12 Rotarians were present, and we discussed important Rotary matters to strengthen your club. Because your club
is just having 14 months and need a lot of guidance. And as per Rotary protocols, as per Rotary ideals, you have to start building this club. And I am sure with the dedicated senior Rotarians in this club who are well experienced, I am sure this club will go in a new dimension with the years to come. 8 months and 4 days have been completed in this Rotary year, and in this 248 days, Rotary Institute Tirupati have undertaken good number of projects. And for the Secretary's report, you have come to know under the able leadership of Rotarian P.T. Harris as the Charter President and Rotarian Dr. Bestie Thomas Bestie Jose as the Charter Secretary. The club has performed remarkably well. I would like to extend my hearty congratulations to the President and team of the Institute of Tirupati for the good work done for the cause of Rotary. To make any club active and vibrant, we need good family participation. And Rotary Institute of Tirupati has proved to be a vibrant club with very good participation of family members. And I also thank and congratulate all the family members for joining this occasion in spite of having exams and other schedules. That itself shows the committed daily members, committed hands of this club, and you should start forming an hands forum. And I welcome all of you to join Rotary to strengthen this club both in membership and also in service and public image. Today morning I have seen the dedicated efforts of all the hands in registration as well as in coordinating the mega medical camp. So you all should be part of Rotary as a full-fledged Rotarian, and time is still there, and I wish and I hope all of you will become Rotarians before the end of this Rotary year, that is June 2025. Dr. Santosh Karya, and also the honor of this resort, our Chair of the Rotary Foundation, Dr. Eldos Basil. Please come forward to accept the district sponsor, please. സ്വന്തം അവരുടെ കഴിവുകൊണ്ട് മാത്രം ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് ഇന്നിവിടെ ചെയ്തിരിക്കുന്നത്. നമ്മുടെ റോട്ടേറിയൻ സന്തോഷിൻ്റെ മോള്, അതുപോലെ റോട്ടേറിയൻ ഷാജി കിട്ടിൻ്റെ മോള്, രണ്ടാളും അവർക്ക് ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു സമ്മാനമാണ് തരുന്നത് നിങ്ങൾ എം സി ചെയ്തതിന്. ഇനി അടുത്ത പ്രാവശ്യം ഇതിനേക്കാളും കൂടുതൽ നല്ല എം സി ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ ഒരു പ്രചോദനം ആയിട്ട് തരുന്നത്. എനിക്ക് ഇവർ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്ത് റെഡിയാക്കി എഴുതി ഇവർ രണ്ടാളും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ചെറിയ മൊമെൻ്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ലേഡി സുധാവാൻ ഉറപ്പുണ്ട്. വിത്തിൻ 3 to 4 years റോട്ടറി ഇന്റർനാഷണൽ ഉദ്ദേശിക്കുന്ന വിധത്തിലുള്ള അത് എല്ലാ എന്താ പറയുക മാനങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് മനോഹരമായ ക്ലബായി തീരുവാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന് ഉറപ്പുണ്ട്. അതിൽ നിങ്ങളെല്ലാം നമ്മുടെ സ്വന്തം മതക്ലബായ തിരുവമ്പാടിയുടെയും മുക്കത്തിൻ്റെയും താമരശ്ശേരിയുടെയും സപ്പോർട്ട് ഉണ്ടാവണമെന്നുകൂടെ ഒന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് എൻ്റെ ഔദ്യോഗികമായ എൻ്റെ കർത്തവ്യം കടക്കുകയാണ്. പ്രസിഡന്റ് ഡോക്ടർ P.T. ഹാരിസ്, ഞാൻ പറയാൻ പറയും, ഹാരിസിനെ എനിക്ക് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് അദ്ദേഹം ഹാർഡ് വർക്കിംഗ്. എനിക്കത് കഴിഞ്ഞ ഒരാഴ്ച ഹാരിസിനും ഡോക്ടർ സ്റ്റേജിൽ പറയുന്നുണ്ട്, ഞങ്ങൾ ശരിക്കും കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ കാരണം നമുക്കറിയാം ആ ഒരു റണ്ണ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു 2-3 വർഷം 4-5 വർഷമായി ക്ലബ് ആണെങ്കിലും അതിലുള്ള മെമ്പേഴ്സിനെ ഇൻട്രസ്റ്റ് നമുക്ക് അറിയാം എന്താണ് ഒരു ഗവൺമെന്റ് വിസിറ്റ്, എന്താണ് ഒരു ഇൻസ്റ്റലേഷൻ, എന്താണ് എങ്ങനെയാണ് റോട്ടറിയുടെ എറ്റിക്കറ്റ് സർവീസ് നടത്തുന്നത്. പക്ഷേ ഇവിടെ ഞങ്ങൾ 3-4 പേർക്ക് മാത്രം അറിയാവുന്ന കാര്യം മറ്റുള്ളവർ കൺവേ ചെയ്യുന്നതിനുള്ള പരിമിതികൾ
പലപ്പോഴും നമ്മുടെ പ്രൊഫഷണലിന്റെ തിരക്കടിയിൽ ചെറിയ കഴിവില്ല. ഇപ്പം ഗവർണർ സൂചിപ്പിച്ചതുപോലെ പലപ്പോഴും ക്ലബ് മീറ്റിങ്ങുകളുടെ അർത്ഥങ്ങൾ ഞങ്ങൾ നമ്മുടെ പുതിയ മക്കൾക്ക് ഇൻഫർമേഷൻ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് എന്ന ബോധ്യം ഞങ്ങൾക്ക് നൽകാനും ഗവർണർ ഞങ്ങൾ പറയുന്നു. തീർച്ചയായിട്ടും അത് ഞങ്ങൾ നെഞ്ചിൽ ഉൾക്കൊള്ളുന്നു. അതിൻ്റെതായ മാറ്റങ്ങൾ നെക്സ്റ്റ് വിസിറ്റ് അനേകം ബോധ്യപ്പെടും എന്ന് ഞങ്ങൾ പുറത്തേക്ക് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, അതുപോലെ ഈ ക്ലബിനെ ഒരു പക്ഷേ ഞങ്ങൾ ചിന്തിക്കാറുണ്ട്, ഹാരിസേറിന് ആയിരുന്നില്ല ഈ ക്ലബിന്റെ ചാർട്ടർ പ്രസിഡന്റ് എങ്കിലും പക്ഷേ ഇത്രയും മനോഹരമായിട്ട് കൊണ്ടുപോകാൻ ആവുമായിരുന്നില്ല. ഹാരിസേറിന് ഇതിന്റെ ഭാഷയിൽ മിസ്റ്റി ബ്രോസിന്റെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. സന്തോഷ് സാറിനെ ഒരു പക്ഷേ ഒരേ പേരോടുകൊണ്ടാണ് ആയിക്കോട്ടെ ശ്രദ്ധിച്ചിരുന്നു റോട്ടറി കാലത്ത്. അതിനുശേഷം ഞങ്ങൾ ഒത്തിരി എന്താ പറയുക കാര്യങ്ങളിൽ അവസരങ്ങൾ ഒരുമിച്ച് ഇടപെട്ടിട്ടുണ്ട്. ഇലക്ഷനുമായി സംബന്ധിച്ചൊക്കെ ഒത്തിരി. അപ്പോൾ ഇപ്പോൾ ഞാൻ ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കിയത് റോട്ടറിയുടെ ഒരു പാഷൻ സാറിന്റെ അഭിനിവേശമാണ്. സർ തീർച്ചയായിട്ടും ഞങ്ങളുണ്ടെന്നേ സാറേ, ഞങ്ങൾ ചെയ്തിരിക്കും അങ്ങനെ പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കും സാർ, ഉറപ്പാണ്. അപ്പോൾ ഒത്തിരി സ്നേഹത്തോടെ എനിക്ക് ഒത്തിരി പേരുണ്ട്. പക്ഷേ എപ്പോഴും ഒരു ഡെന്റിസ്റ്റ് അല്ലെങ്കിൽ വലിയ പ്രസ്ഥാനത്തിന്റെ തലവനായിട്ട് നല്ല എപ്പോഴും ശീതള വെയിൽ നടക്കേണ്ട ഒരു വ്യക്തി റോട്ടറിക്ക് വേണ്ടി നമുക്ക് വേണ്ടി കൊണ്ട് ഈ ചുരുത്ത് വെയിലും കൊണ്ട് വളരെ താഴ്ന്ന അവസ്ഥനായി നടക്കുമ്പോൾ ഞങ്ങൾ സങ്കടം തോന്നി. അപ്പോൾ ഒത്തിരി സ്നേഹത്തോടെ സത്യത്തിന്റെ ഭാഷയിൽ അങ്ങോട്ട് നന്ദി രേഖപ്പെടുത്തുന്നു. ഫസ്റ്റ് ലേഡി ഞാൻ പറയാ, എനിക്ക് നിങ്ങൾ ലേഡീസോട് റോട്ടറി ആൻസർ പറയാനുള്ളത്, ഞങ്ങളുടെ ഗവർണർ ആകണമെങ്കിൽ നിങ്ങൾ മാതിരി പഠിക്കേണ്ടി വരും. കാരണം എത്രത്തോളം ശരിക്കറിയാം സന്തോഷ് സാറ് ഗവർണർ ആയെങ്കിൽ അതിന്റെ ഫുൾ ക്യാപിറ്റൽ ഫുൾ എഫേർട്ടും അതിന്റെ പേര് എടുക്കുന്നത് ഞാനാണ്. അപ്പം നിങ്ങളൊക്കെ സുഖമാണെന്ന് പഠിക്കണമെന്നുകൂടെ ഒന്ന് ഓർപ്പിച്ചുകൊണ്ട് പിന്നെ വേണ്ടത് നമ്മുടെ വെല്ലുവയ്ക്കിലേക്ക് സോണൽ കോർഡിനേറ്റർ. ഈ ശബ്ദത്തിന്റെ ഒരു എന്താ പറയാ ഡെപ്ത് എങ്ങനെയെന്ന് മനസ്സിലാക്കണമെങ്കിൽ പേപ്പർ പറഞ്ഞാൽ മതി. പിന്നെ സാറേ വീണ്ടും കാര്യം അമ്മയുടെ ഇന്നത്തെ വാക്കുകൾ ഒരു പുതിയ ക്ലബ് എന്ന നിലയ്ക്ക് ഞങ്ങളുടെ ഓരോ മെമ്പേഴ്സിനും കൊണ്ടുണ്ട്. ഒത്തിരി മോട്ടിവേഷൻ ആയിരുന്നു. അങ്ങനെ വാക്കുകൾ ഞങ്ങളെ കൂടുതൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ നമ്മൾ എനർജി നൽകുന്നു, നമ്മളോട് ഓർക്കുന്നു. ഞങ്ങൾ അതുപോലെ നീട്ടി പറയണ്ട, അതുപോലെ ചങ്ക. അപ്പൊ ഏറ്റവും നന്ദി ബഹുമാനപ്പെട്ട ജോസഫ്. ഈ പറഞ്ഞതുപോലെ നമ്മുടെ അസിസ്റ്റന്റ് ഗവർണർ നമ്മുടെ ഷാജിയോട് പറഞ്ഞ ഈ സുകുമാർ സാർ എന്ന് പറഞ്ഞ ഒരു തരലീയമായ ഒരു ഇളം കാറ്റ് പോലെ എന്താ പറയാ ഒരു വ്യക്തിത്വമാണ് സാറ്. ഒരിക്കലും ഞങ്ങളെ പക്ഷേ ഏറ്റവും കൂടുതൽ ഡിസ്ട്രിക്റ്റിൽ നിന്ന് നമ്മുടെ ഞങ്ങളുടെ ക്ലബിലേക്ക് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് സാറ്. സാർ ഒരിക്കലും വന്നിട്ട് നിങ്ങൾ അത് ചെയ്തുകൂടാ, അത് ശരിയല്ല നല്ല സംഭവം. അധ്യാപകനായതിന്റെ ആളാണ്, അത് ഒരിക്കലും കുറ്റപ്പെടുത്തിയിട്ടില്ല. നിങ്ങൾ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാമെന്ന് മാത്രം സാർ പറഞ്ഞത്. അത് അധ്യാപകരുടെ ക്വാളിറ്റിയാണ്. ശരിക്കും ഒരു പുതുതുല്യമായ ഒരു കെയറിംഗാണ് സാർ ഞാൻ തന്നത്. സാർ ഒത്തിരി ഇന്നത്തെ ഭാഷയിൽ നന്ദി പറഞ്ഞു സാർ. താങ്ക് യു വെരി മച്ച്. എന്റെ കമ്പനി ജയിച്ച ഡോക്ടറെ ഒത്തിരി നല്ല വ്യക്തിയാണ്. തീർച്ചയായും ജയിച്ചാൽ കൂടുതൽ കൃത്യമായി ഞങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു ഹോമിയോപ്പതിന്റെ പ്രധാന സ്നേഹം ഞങ്ങൾക്ക് ഒരിക്കലും പറ്റും, വ്യക്തിപരമായിട്ടുണ്ട്. അപ്പോൾ സാറ് വന്നു നമുക്ക് വളരെയധികം നമ്മുടെ എന്താ പറയുക റോട്ടറി മിസ്റ്റേക്കിലേക്ക് പുതിയൊരു മെമ്പർ ഇൻവൈറ്റ് ചെയ്യാനുള്ള ഭാഗ്യം ആഗ്രഹിക്കാൻ ലഭിച്ചത്. അപ്പോൾ സാറിന് ഞാൻ ഒത്തിരി നന്ദി സാർ. താങ്ക് യു വെരി മച്ച്. ഞാൻ നന്ദി പറയുന്നത് ന്യൂ മെമ്പേഴ്സായ ജിതിൻ കെ ജോസ്. ജിതിൻജി പറഞ്ഞ പോലെ ഞാൻ റോട്ടറി രൂപം പോലെ 2007 വരുമ്പോൾ അതൊരു മെമ്പറാണ്. സ്വന്തം ജോസഫ് സാറ് പക്ഷേ അത് എന്താ പറയാ ജോസാറിനെ ഞങ്ങളുണ്ട് ഇപ്പോഴും ആരും അറിയാതെ ആർക്കും ശല്യമാവാതെ നടക്കുന്ന സ്നേഹിക്കുന്ന നെഞ്ചോട് ചേർക്കുന്ന നല്ലൊരു പ്രകൃതിയെ സ്നേഹിക്കുന്നവർ ഞാൻ മനസ്സിൽ ടച്ച് ചെയ്യുന്നു. നമുക്ക് ഇതൊക്കെ ഇഷ്ടമായി കഴിവൊക്കെ. അപ്പോൾ സാറേ ഞങ്ങളൊക്കെ വരുന്നുണ്ട് അങ്ങയുടെ ആ വനമൊന്ന് കാണാൻ വേണ്ടി വരുന്നുണ്ട് സാറേ. ഇത് നന്ദി സാർ. തീർച്ചയായിട്ടും തികച്ചും നന്ദി ഉദ്യോഗസ്ഥം. പിന്നെ ഉള്ളത് പിന്നെ സിനി. ഈ സിനിയെ പറഞ്ഞ പോലെ ഒത്തിരി വർഷം മുമ്പ് 1998 എനിക്ക് നന്നോട്ട് അറിയാം സിനിയെ. എന്താ പറയുക തീർച്ചയായിട്ടും ഇന്ന് വന്നു പോലും നല്ല സിനിയുടെ ഹസ്ബൻഡ് ഉണ്ടാവുന്നതായിരുന്നു ഇവിടെ സിറോഷ്. പക്ഷേ ഫാദർ സിറോയായിരുന്നു ഞങ്ങൾ. അപ്പോൾ ഒരേ സമയം കുടുംബം എന്താ പറയുക സമയത്ത് ഒരുപാട് പ്രഭാവം ഒരുമിച്ച് നടക്കുന്നതാണ് വിജയിക്കുന്നത്. അപ്പോൾ സിനിക്കും സിറോഷും ഞങ്ങൾ നന്ദി. പിന്നെ ഒരു ഒറ്റവേദന എഴുതിപ്പെട്ടു വളരെ കാസർഗോഡ് നഗരത്തെ ഞങ്ങളെ വിടുന്നില്ല. ഒന്നുകിൽ തിരുവനന്തപുരം രാജ്യം അല്ലെങ്കിൽ ഞങ്ങളുടെ രാജ്യം ഒറ്റവേദന വിദ്യാഭ്യാസം നമ്മുടെ മലബാർ പറഞ്ഞു നിങ്ങൾ തിരിച്ചാൽ ഞാൻ വിളിക്കും. അപ്പോൾ ജോസ് താങ്ക് യു വെരി മച്ച്. താങ്ക് യു.
Creating hope in our world. Let's light it up with our love. We can do it as one. A happier world. A happy world. Chicken. Chicken. We are one. We are one. പണ്ടൊരു കാട്ടിലൊരാൺ സിംഹം. ചെറിയ പുലിയെ കാണിച്ചു കൊടുക്കണേ പ്ലീസ്. ഇന്ന് അവളെ ഞാൻ പുലിയെ കാണിച്ചു കൊടുത്തു. പൂച്ച ഉണ്ടാവൂല ഡോക്ടറെ. ആയിക്കോട്ടെ, ഞാൻ വിശ്വസിച്ചു. ഇന്നത്തെ ഫുഡ് നല്ലതായിരുന്നു. ഡ്രീം റോക്ക് നല്ല റിസോർട്ടാണ്. ഇന്ന് സ്പോൺസർ ചെയ്ത ഗൂഗിൾ ഓപ്പൺ ആക്കിയിട്ട് റേറ്റിംഗ് തന്നിട്ട് പോയാൽ എന്ത് തരും, പക്ഷെ പൈസ അറിയാല. അതൊക്കെ തരും. പൈസ തരിക ഒന്നും പറയണ്ട, ഞങ്ങൾ പൈസ അറിയാല. അതെ കാര്യം എന്ന് പറഞ്ഞാലാണ് സന്തോഷ് ഡോക്ടറെ അവസാനത്തിന് നന്ദി പ്രസംഗം. എന്താ പറയാ, ഇങ്ങനെ മോഡി ഞാൻ പറഞ്ഞില്ലേ. അല്ലല്ല, സന്തോഷ് ഡോക്ടറെ അവസാനത്തെ നന്ദി പ്രസംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദം ബിരിയാണിയിലെ അവസാനത്തെ സംഭവം പീസൊക്കെ അടിയിലാവുമ്പോ മേലോട്ട് ഒരൊറ്റ കുടച്ചിൽ തുടങ്ങിയില്ലേ എന്ന് പറഞ്ഞാല് അവസാനം ഒരൊറ്റ കുടച്ചിലാ. അതിൽ നമ്മള് ഫ്ലാറ്റ് ആവണം. ഈ പുള്ളി പതപ്പിക്കാനുള്ള അപ്പൊ ശരിക്കും പൈസ കൊടുക്കണ്ടല്ലേ? കൊടുക്കണ്ടായിരുന്നു അല്ലേ? ഈ റിസോർട്ട് നമുക്ക് ഫ്രീ ആണ്. ഇന്നലെ എന്നും ബില്ലോ അത് നീ വെച്ചോ. ഞങ്ങളിന്റെ അടുത്ത് എന്നാ വരേണ്ടത്? കുറിയലൈസോൺ നന്ദി. ഇനിയൊന്നും ഇല്ലാട്ടോ, എല്ലാം കഴിച്ചു. അല്ല ചേട്ടാ, കോഴിക്കോട് വരെ എത്തണ്ടേ? പോകുന്നില്ലേ? പോയി. അല്ല, മിനു പറയുന്നത് പോകുന്നില്ല പറഞ്ഞത്. ആകാശത്തേക്ക് വെടിവെക്കണോ? തിരിച്ചു പോയാൽ ഏതായാലും നമ്മുടെ പൈസ മേടിക്കില്ല. അല്ല, കാശ്മീരാരാ ഇതിന്റെ പൈസ മേടിച്ചത് കണ്ട നാളെ കേട്ടോ. അതൊരു ഷാജീബിന് അല്ല, ഷാജീബിന് ഭാര്യ പറഞ്ഞു പൈസ അറിയാറുണ്ട്. അതിന്റെ പുറത്തേക്കൊന്നും വേണ്ട. അപ്പൊ ശരി, ഗുഡ് നൈറ്റ്. ഓക്കെ, അപ്പൊ ബൈ. ഓ, ഓഫ് കോഴ്സ് വരും. ഓ, നോ ഇഷ്യൂ. ടാറ്റാ ടാറ്റാ. Bye bye. Okay, bye bye. Bye bye. Bye bye.